ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് വൈശാഖ്. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടിലെ ജോലിക്കാരിക്ക് അച്ഛൻ പഴം കൊടുക്കുന്നത് ഞാൻ കണ്ടു. ചേച്ചിയുടെ പേര് നളിനി എന്നാണ്. ഞാനും ചേച്ചിക്ക് പഴം കൊടുത്തു. ആ കഥയാണ് നിങ്ങളോടിന്ന് പറയാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ ഞാനും മാത്രമാണ് ഉള്ളത്. സാമ്പത്തികമായി ഞങ്ങൾ നല്ല നിലയിലാണ്. പണ്ടത്തെ ജന്മി തറവാടായിരുന്നു. അതിൽ വലിയ മാറ്റമൊന്നും വരുത്താതെ പുതുക്കി പണിതു. അവിടെയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഭാഗമെല്ലാം വെച്ച് വന്നപ്പോൾ തറവാട് വീടും 5 ഏക്കർ പറമ്പുമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അമ്മ സ്കൂൾ ടീച്ചറാണ്. അച്ഛൻ ജോലിക്കൊന്നും പോകുന്നില്ല. പറമ്പിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുകയാണ്. വാഴയും തെങ്ങും പച്ചക്കറി കൃഷിയും എല്ലാമുണ്ട്. പറമ്പിൽ നിന്ന് നല്ലൊരു വരുമാനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സ്ഥിരമായി ജോലിക്ക് വരുന്ന ചേച്ചിയാണ് നളിനി. ചേച്ചിക്കൊരു 35-40 വയസ്സൊക്കെ ഉണ്ടാവും. എൻ്റെ ചെറുപ്പകാലങ്ങളിലെല്ലാം ചേച്ചിയുടെ അമ്മയായിരുന്നു ഇവിടെ ജോലിക്ക് വന്നുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോഴാണ് ചേച്ചി വരാൻ തുടങ്ങിയത്. ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ അമ്മയും ഒരു മകളുമുണ്ട്. മകള് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പേര് മീനു. ഞങ്ങൾ നല്ല കൂട്ടുകാരാണ്. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞാനും പറമ്പിലൂടെയൊക്കെ പോവാറുണ്ട്. ചേച്ചി ജോലി ചെയ്യുന്നതൊക്കെ നോക്കും. പച്ചക്കറി തോട്ടത്തിലെ പുല്ല് പറിക്കാനും അത് നനയ്ക്കാനും വാഴക്കുല വെട്ടാനും അങ്ങനെ ചേച്ചിക്ക് എന്നും ഇവിടെ നല്ല ജോലിയാണ്. ചേച്ചിക്ക് നിറമാണ്. നല്ലതുപോലെ ജോലിയെല്ലാം ചെയ്യുന്നത് കൊണ്ട് നല്ല വണ്ണവും പൊക്കവും എല്ലാം ഉണ്ട്. മുണ്ടും ബ്ലൗസും ഒരു തോർത്തുമാണ് ചേച്ചിയുടെ വേഷം. പച്ചക്കറി തോട്ടത്തിലെ പുല്ല് പറിക്കുന്ന സമയങ്ങളിൽ ഞാനും അവിടേക്ക് പോവാറുണ്ട്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ചിലപ്പോഴൊക്കെ കൂട്ടം കൂടി നിൽക്കുന്ന വാഴയുടെ ചുവട്ടിൽ നിന്ന് നോക്കി പഴം പിടിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് വന്നു. 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ തുടങ്ങുന്ന സമയമായിരുന്നു. വീട്ടിൽ വന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് ഇരുന്നപ്പോഴാണ് ഓർത്തത് പറമ്പിൽ വരെ ഒന്ന് പോയി നോക്കാം. ചേച്ചിയോട് കുറച്ചു നേരം വർത്താനം പറയാം. കുറച്ച് നല്ല കാഴ്ചകളും കാണാം. ഞാനാദ്യം പോയത് പച്ചക്കറി തോട്ടത്തിലേക്കാണ്. അവിടെയൊന്നും ചേച്ചിയില്ല. ഇനി ചേച്ചി ഇന്ന് വന്നിട്ടുണ്ടാവില്ലേ. അങ്ങനെ നടന്ന് പച്ചക്കറി തോട്ടം കഴിഞ്ഞു. വാഴകൾ നിൽക്കുന്നിടത്തെത്തി. പറമ്പിൻ്റെ ഒരു സൈഡിൽ കുറെ വാഴകൾ കൂടി നിൽക്കുന്നുണ്ട്. അവിടെ ഒരാൾ നിൽക്കുന്നത് ഞാൻ ദൂരേന്ന് കണ്ടു. കുറച്ചുകൂടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അച്ഛനാണെന്ന് എനിക്ക് മനസ്സിലായത്. വാഴക്കുല മൂത്തോന്ന് നോക്കാൻ വന്നതായിരിക്കും. അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. കുറച്ചുകൂടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഞാൻ നളിനി ചേച്ചിയും കണ്ടു. ചേച്ചി അച്ഛൻ്റെ മുമ്പിലെ കൊലയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. കൊലയിൽ പിടിച്ചത് മതി, പഴമെടുത്തു കഴിക്കൂ നളിനി എന്ന് അച്ഛൻ പറയുന്നു. ചേച്ചി അതുപോലെ തന്നെ ചെയ്യുന്നു. ഞാൻ കുറച്ച് സമയം അവിടെ നിന്നു. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഞാൻ വീട്ടിൽ ചെന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു. വലിയ 2 വാഴക്കുലയും അച്ഛൻ്റെ കയ്യിലുണ്ട്. അത് വീടിനകത്ത് വെച്ചിട്ട് അച്ഛൻ കടയിലേക്ക് പോയി. 4 മണി ആയപ്പോഴേക്കും നളിനി ചേച്ചി പറമ്പിലെ ജോലി കഴിഞ്ഞു വന്നു. ഇനി അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. അതും കഴിഞ്ഞ് 5 മണിക്ക് ചേച്ചി വീട്ടിലേക്ക് പോകൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് ഒരു ഗ്ലാസ് ചായ ആയിട്ടൊക്കെ വന്നു. മോൻ ഇന്ന് നേരത്തെ വന്നു എന്ന് ചേച്ചി ചോദിച്ചു. അതെ, പരീക്ഷ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ വന്നു. ഞാൻ പറമ്പിലേക്കും വന്നായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ചേച്ചി നോക്കി ഒന്ന് ചിരിച്ചു. മോൻ എന്തിനാണ് ചിരിക്കുന്നത്? ഒന്നുമില്ല ചേച്ചി, ചേച്ചിയോട് കുറച്ചു നേരം സംസാരിക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ വാഴത്തോട്ടത്തിലേക്ക് വന്നായിരുന്നു. ചേച്ചിയോടെ വാഴത്തോട്ടത്തിൽ കുലയും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ അതും കണ്ടു. അമ്മ സ്കൂളിൽ നിന്ന് വരട്ടെ, ആ വാഴക്കുലയുടെ കാര്യം എനിക്കൊന്ന് പറയണം. അല്ലെങ്കിൽ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഈ കുലയിൽ ഒന്ന് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച വാഴക്കുലയിലേക്ക് ചേച്ചി നോക്കി. ചേച്ചി ആ വാഴക്കുലയുടെ അടുത്തേക്ക് പോയി. ഞാൻ എണീറ്റ് എൻ്റെ കുലയെടുത്ത് പുറത്തിട്ടു. ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി ഒന്നും മിണ്ടാതെ കുലയെടുത്ത് കയ്യിൽ പിടിച്ചു. പിന്നെ പതിയെ ആ പഴം കഴിക്കാൻ തുടങ്ങി.